ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി തൊഴിലാളി സംഘടനകൾ ശക്തമായ പ്രചാരണത്തിലേക്ക്. പണിമുടക്കിൻ്റെ ഭാഗമായുള്ള സംയുക്ത സമിതി സംസ്ഥാന കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പാണ് കൺവെൻഷനിലൂടെ ഉയർന്നത്. ഫെബ്രുവരി 12 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചാരണാർത്ഥം സംയുക്ത സമിതി സംസ്ഥാന കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. വൈകിട്ട് 4 മണിക്ക് BTR ഹാളിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ദേശീയ പണിമുടക്കിലൂടെ ഉന്നയിക്കുന്നത്. CITU ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ സമരത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി 12 വ്യാഴാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായ ജനജീവിത സ്തംഭനമുണ്ടാകുമോ എന്നത് കാത്തിരിക്കേണ്ടിവരും. ഇതിനിടെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിനുമേൽ എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തുമെന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിറ്റി ഗ്യാസ് പദ്ധതി ഇനി ഫ്ളാറ്റുകളിലും ലഭ്യമാകും. 75,000 ഉപയോക്താക്കൾക്ക് പ്രകൃതിവാതകം എത്തിക്കുക ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം കടകംപള്ളി സുരേന്ദ്രൻ MLA നിർവഹിച്ചു. സിറ്റി ഗ്യാസ് പദ്ധതി ഇനി നഗരത്തിലെ ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന കൂറ്റൻ കെട്ടിട സമുച്ചയങ്ങളിലേക്കും. ഇതുവരെ വീടുകളിലേക്ക് പൈപ്പ് വഴി പ്രകൃതിവാതകം എത്തിച്ചിരുന്ന പദ്ധതിയാണ് ഇനി ഉയരങ്ങൾ താണ്ടി ഓരോ ഫ്ളാറ്റുകളിലേക്കും എത്തുന്നത്. കുമാരപുരത്തിന് സമീപമുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ ആദ്യത്തെ കണക്ഷൻ നൽകി. താമസിയാതെ 6 സമുച്ചയങ്ങളിലേക്കു കൂടി പൈപ്പ് വഴി പ്രകൃതിവാതകം എത്തും. 75,000 ഉപയോക്താക്കൾക്ക് ഇങ്ങനെ പ്രകൃതിവാതകം എത്തിക്കുകയാണ് ലക്ഷ്യം. 55,444 വീടുകൾ, 47 CNG സ്റ്റേഷനുകൾ, 1,507 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പൈപ്പ് ലൈൻ ശൃംഖല എന്നിവ അടങ്ങുന്ന വിതരണ സംവിധാനമാണ് ഇപ്പോൾ സിറ്റി ഗ്യാസ് പദ്ധതിക്കുള്ളത്. ഫ്ളാറ്റുകളിൽ പൈപ്പുകൾ വഴി പ്രകൃതിവാതകം എത്തിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കോൺഫിഡന്റ് ഗോൾഡ് കോസ്റ്റിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.